മകളെ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിൻ്റെ നമ്മുടെ 8ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഈ സാറിന് ഈ ചാപ്റ്റർ തീർക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ എന്നതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്. എനിക്കതെല്ലാം മനസ്സിലാവും. ഞാൻ തീർക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എക്സാമിന് പുതിയ ചോദ്യങ്ങൾ ആദ്യമായിട്ട് കാണുമ്പം എന്നോട് പരാതി പറയാൻ വരരുത്. എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഞാൻ വേഗം തീർക്കണോ വൃത്തിയായിട്ട് തീർക്കണോ, നിങ്ങളുടെ അഭിപ്രായം മാനിക്കുന്നതായിരിക്കും. കേട്ടല്ലോ? അതുകൊണ്ട് ഇനിയിപ്പം സാറ് ഈ ചാപ്റ്റർ തീർക്കുന്നില്ല എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ കമൻറ്റ് ചെയ്തോ, വേണമെങ്കിൽ വേഗം തീർത്തേക്കാം. വൃത്തിയായിട്ട് തീർക്കണമെങ്കിൽ അതും പറഞ്ഞു, വൃത്തിയായിട്ട് തീർക്കണമെങ്കിൽ പറഞ്ഞു. എക്സാമിന് ചെല്ലുമ്പോൾ പുതിയ ചോദ്യം എങ്ങാനും കണ്ടാൽ നമ്മുടെ സമയമെല്ലാം പോവും. നമ്മൾ പഠിച്ച ചോദ്യം എക്സാമിന് വരാൻ പാടുള്ളൂ, അത് നിർബന്ധം അല്ലേ? നമ്മൾ ഈ ടൈപ്പ് തിരിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന അതിനാ ആണോ? എനിക്ക് വേണേൽ 1-2 ക്ലാസ്സൊക്കെ തന്നിട്ട് നമ്പേഴ്സ് തീർന്നു മക്കളെ, ടാറ്റാ ബൈ ബൈ എന്ന് പറയാം. ഇനി ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഇനി ചെയ്യിപ്പിക്കും. അങ്ങനെ വെറുതെ വിടും എന്ന് ഉദ്ദേശമൊന്നുമില്ല. എന്നിട്ട് റാങ്ക് ഒക്കെ കിട്ടിക്കഴിയുമ്പം എൻ്റെ റാങ്കിന് കാരണം ജോസാർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേക്കണം. പറഞ്ഞു കേട്ടോ? യെസ്, കാര്യമൊക്കെ കാര്യം, സ്റ്റാറ്റസ് ഒന്നും വന്നില്ലെങ്കിലാ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ 14 ടൈപ്പ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കുന്നത് 15ാമത്തെ ടൈപ്പാണ് സെട്ട. ശരി, ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു രണ്ടക്ക സംഖ്യയുടെ, കുറച്ചുകൂടെ വലുതാക്കാം. ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 10 ആണ്. സംഖ്യയുടെ കൂടെ 54 കൂട്ടിയപ്പോൾ സംഖ്യ തല തിരിഞ്ഞു എങ്കിൽ സംഖ്യ ഏത്? ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണോ? ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 10 ആണ്. സംഖ്യയുടെ കൂടെ 54 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു പോയി. ഏതായിരുന്നു ആ സംഖ്യ? ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 10, സംഖ്യയുടെ കൂടെ 54 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു പോയി. ഏതാണ് ആ സംഖ്യ? ഇതാണ് നമ്മുടെ ചോദ്യം. ശരി, ഓക്കെ. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മകളെ, ഒരു രണ്ടക്ക സംഖ്യ ഞാൻ XY എന്നെടുത്തു. ഈ രണ്ടക്ക സംഖ്യയുടെ കൂടെ എത്ര കൂട്ടി എന്നാ പറഞ്ഞേക്കുന്നേ? 54 കൂട്ടി എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ സംഖ്യ തലതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ XY എന്ന സംഖ്യ YX ആയി മാറി എന്നർത്ഥം. അപ്പൊ രണ്ടക്ക സംഖ്യ XY ആണ്, അതിൻ്റെ കൂടെ 54 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ XY എന്നത് YX ആയി മാറി എന്നതാണ് അർത്ഥം. ഓക്കെ ആണോ? അപ്പൊ രണ്ടക്ക സംഖ്യ XY, അതിൻ്റെ കൂടെ 54 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ YX ആയിട്ട് മാറി എന്നർത്ഥം. എങ്കിൽ ഏതായിരുന്നു ആ രണ്ടക്ക സംഖ്യ എന്നതാണ് ചോദ്യം. ശരിയാണോ? അപ്പൊ XY എന്ന് പറഞ്ഞാൽ ഒരു രണ്ടക്ക സംഖ്യയാണ്. അതിൻ്റെ കൂടെ 54 കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞു പോയി. എങ്കിൽ ഏതായിരുന്നു ആ രണ്ടക്ക സംഖ്യ? ഓക്കെ മക്കളെ, ഇങ്ങനെ ചോദിച്ചാലേ വേറൊന്നും ചെയ്യണ്ട. ഓപ്ഷൻസ് തന്നിട്ടില്ലേ? ഇതിനൊരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറയാം. അതിന് മുന്നേ ഓപ്ഷൻസ് ഇന്ന് ചെയ്യാലോ. ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ദാസ ഇവിടെ ശ്രദ്ധിച്ചേ. ഓപ്ഷൻ എ 19 അല്ലേ? ആണോ? നിങ്ങൾ 19ൻ്റെ കൂടെ 54 കൂട്ടിയാൽ 19 തലതിരിഞ്ഞ് 91 ആകുമോ എന്ന് നോക്കിക്കേ. 19ൻ്റെ കൂടെ 54 കൂട്ടിയാൽ 19 തലതിരിഞ്ഞ് 91 ആകുമോ? ഇല്ലല്ലോ. അപ്പം ഇവര് പറഞ്ഞ രണ്ടക്ക സംഖ്യ 19 ആണോ? അല്ല. അടുത്ത ഓപ്ഷൻ ബി ഏതാ മക്കളെ? 46 ആണോ? 46ൻ്റെ കൂടെ 54 കൂട്ടിയാൽ 46 തലതിരിഞ്ഞ് 64 ആകുവോ? ഇല്ല. യെസ്. ഓപ്ഷൻ സി 37ൻ്റെ കൂടെ 54 കൂട്ടിയാൽ 37 തലതിരിഞ്ഞ് 73 ആകുവോ? ഇല്ല. അപ്പൊ പിന്നെ ഓപ്ഷൻ ഡി എന്താ സേട്ടാ? 28ൻ്റെ കൂടെ 54 കൂട്ടിയാൽ 28 തലതിരിഞ്ഞ് 82 ആകുവോ? ആകും. അപ്പം 28 ആണ് നമ്മുടെ ഉത്തരം. 54 കൂട്ടിയപ്പോൾ തലതിരിഞ്ഞു പോയ സംഖ്യ 28 ആണ്.
അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യാൻ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ആർക്കും പറ്റും. ശരിയല്ലേ? ഏതോ ഒരു രണ്ടക്ക സംഖ്യ, അതിൻ്റെ കൂടെ 54 കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞു. ആണോ? ആ സംഖ്യ തലതിരിഞ്ഞു എങ്കിൽ ഏതായിരുന്നു ആ സംഖ്യ എന്ന ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഓരോന്നും എടുത്തു, അതിൻ്റെ കൂടെ 54 കൂട്ടി നോക്കി. അപ്പോൾ എപ്പോഴാണ് സംഖ്യ തലതിരിയുന്നതെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി 28 എന്ന സംഖ്യയുടെ കൂടെ 54 കൂട്ടിയാൽ 28 തലതിരിഞ്ഞ് 54 ആയിക്കോളും. സെറ്റാണേ. അപ്പൊ ഇത് നോർമൽ മെത്തേഡ്, ഒരു സംശയമില്ലല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഒന്നും അറിയത്തില്ലല്ലോ, ഒരു കുഴപ്പമില്ല. രണ്ടക്ക സംഖ്യ 54 കൂട്ടി തലതിരിഞ്ഞു. ആണോ? ഏതാണ് സംഖ്യ? 4 ഓപ്ഷൻസ് എടുക്കുക, 54 കൂട്ടി നോക്കുക. ഏതിൻ്റെ കൂടെ 54 കൂട്ടുമ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞ് വരുന്നതെന്ന് നോക്കുക. അത് ഉത്തരം. റെഡി? റെഡി. ഷോർട്ട് കട്ട് പറയാം, ബാ ശ്രദ്ധിച്ച് കേട്ടോ. എത്ര കൂട്ടിയപ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞെന്ന് നോക്കുക. എത്ര കൂട്ടിയപ്പോഴാ? 54. ആണോ? ചിലപ്പോൾ ചോദ്യത്തിൽ കുറച്ചപ്പോൾ തലതിരിഞ്ഞു എന്ന് പറയും, ചിലപ്പോൾ ചോദ്യത്തിൽ കൂട്ടിയപ്പോൾ തലതിരിഞ്ഞു എന്ന് പറയും. കണ്ടോ? എനിക്കിത് രണ്ട് രീതിയിൽ പറയാൻ മേലെ. 28ൻ്റെ കൂടെ 54 കൂട്ടുമ്പം 28 തലതിരിഞ്ഞ് 82 ആകും. തിരിച്ചു പറയാൻ മേലെ, 82ൽ നിന്ന് 54 കുറച്ചാൽ 82 തലതിരിഞ്ഞ് 28 ആകും. ശരിയാണോ? രണ്ട് രീതി പറയാം. 28ൻ്റെ കൂടെ 54 കൂട്ടിയാൽ 28 തലതിരിഞ്ഞ് 82 ആകും. 82ൽ നിന്ന് 54 കുറച്ചാൽ 82 തലതിരിഞ്ഞ് 28 ആകും. ഇത് രണ്ട് രീതി പറയാം. ശരിയാണോ മക്കളെ? ഇത് രണ്ട് രീതി പറയാം, തിരിച്ചും മറിച്ചും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പം ചിലപ്പം കൂട്ടിയപ്പോൾ തലതിരിഞ്ഞു എന്നായിരിക്കും, ചിലപ്പോൾ കുറച്ചപ്പോൾ തലതിരിഞ്ഞു എന്നായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ആ സംഖ്യ അങ്ങ് എഴുതുക. കൂട്ടിയപ്പോൾ തലതിരിഞ്ഞു എന്ന് പറയുന്നത് 54 ആ 54നെ നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എപ്പോഴും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 54നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ദാസ? 6 കിട്ടും. 54/9 6 കിട്ടി. ഇത്ര ഓക്കെ അല്ലേ? ഇനി 4 ഡിജിറ്റുകൾ എടുക്കണം. 4 ഓപ്ഷൻസ് എടുക്കണം. ആദ്യത്തെ ഓപ്ഷൻ 19, അടുത്ത് 46, അടുത്ത് 37, അടുത്ത് 28. ഈ 19ലെ അക്കങ്ങളുടെ ഡിജിറ്റുകളുടെ വ്യത്യാസം നോക്കണം. 19ലെ ഡിജിറ്റുകളുടെ വ്യത്യാസം 8, 46ലെ ഡിജിറ്റുകളുടെ വ്യത്യാസം 2, 37ലെ ഡിജിറ്റുകളുടെ വ്യത്യാസം 4, 28ലെ ഡിജിറ്റുകളുടെ വ്യത്യാസം 6. അപ്പോൾ ഡിജിറ്റുകളുടെ വ്യത്യാസം 6 വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഉത്തരം. കണ്ടോ? ഡിജിറ്റുകളുടെ വ്യത്യാസം ഈ 6 വരുന്ന ഓപ്ഷൻ 28. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം 28. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ടെക്നിക്, ഷോർട്ട് കട്ട്. മനസ്സിലായോ? 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 ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യ തരും, അതിൻ്റെ കൂടെ 54 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു എന്ന് പറഞ്ഞു. ഏതാ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ എത്ര കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞെന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായി 54 കൂട്ടിയപ്പോഴാണ്. ആ 54നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കേട്ടല്ലോ? എപ്പോഴും 9. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും 6. ഇത് ഡിജിറ്റുകളുടെ വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷൻ ഉത്തരം. ഡിജിറ്റുകളുടെ വ്യത്യാസം 6 വരുന്ന ഓപ്ഷൻ 28 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉത്തരം 28. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നും, സാറേ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും കറക്റ്റ് ഉത്തരം കിട്ടുമോ? എപ്പോഴും കറക്റ്റ് ഉത്തരം കിട്ടും. ഈ തരുന്ന സംഖ്യ എപ്പോഴും 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ബൈ 9 ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് ഉത്തരം കിട്ടും. അപ്പം നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നും, സാറേ 6 വ്യത്യാസം വരുന്ന ഒരു ഓപ്ഷൻ അല്ലേ ഈ ചോദ്യത്തിലുള്ളൂ, സാറ് തന്നെയല്ലേ ചോദ്യം ഇട്ടത്. അപ്പോൾ 6 വ്യത്യാസം വരുന്ന ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. 6 വ്യത്യാസം ഉള്ള 2 ഓപ്ഷൻ ഉണ്ടേ സാർ എന്ത് ചെയ്യും? അല്ലേ മക്കളെ? ശരി, 6 വ്യത്യാസമുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. 17 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇതിലെയും വ്യത്യാസം 6 ഇതിലെയും വ്യത്യാസം 6. അപ്പം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? 6 വ്യത്യാസമുള്ള ഓപ്ഷൻ എടുക്കണം എന്നാ പറഞ്ഞു. 6 വ്യത്യാസമുള്ള 2 ഓപ്ഷൻ ഉണ്ടെങ്കിലോ? അപ്പോൾ അവിടെ വേറൊരു കാര്യം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 10 ആണെന്ന്. ഇവിടെ അക്കങ്ങളുടെ തുക 10 ആണോ? 1, 7, 10 ആണോ? അല്ല, ഇവിടെയല്ലേ അക്കങ്ങളുടെ തുക 10 വരുള്ളൂ. അപ്പോൾ ആ 2 കണ്ടീഷന് ശരിയാവണ്ടേ മക്കളെ? വേണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അല്ലേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉത്തരം 28. കാര്യങ്ങൾ ക്ലിയർ ആണോ? ആണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യേണ്ട ടെക്നിക്ക് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഒന്നെങ്കിൽ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യാം, നോർമൽ മെത്തേഡ്. അത് നമ്മുടെ സമയമെല്ലാം കളയും. ഷോർട്ട് കട്ട് ഇത്രയാണ്.
എത്ര കൂട്ടിയപ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞത് അല്ലെങ്കിൽ എത്ര കുറച്ചപ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞതെന്ന് നോക്കുക. അതായത് ഈ യഥാർത്ഥ സംഖ്യയും തലതിരിഞ്ഞ സംഖ്യയും തമ്മിൽ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. അങ്ങനെ പറയാൻ വേണമെങ്കിൽ അല്ലേ, ഇതാണ് യഥാർത്ഥ സംഖ്യ, ഇതാണ് തലതിരിഞ്ഞ സംഖ്യ, ഇത് തമ്മിൽ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. ആ വ്യത്യാസത്തെ നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഖ്യ ഉത്തരം കിട്ടും, ആണോ, ഒരു ഡിജിറ്റ് കിട്ടും. ആ സംഖ്യ വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷൻ എടുത്താൽ ഉത്തരം കിട്ടും. 6 വ്യത്യാസം, ഡിജിറ്റുകൾ വ്യത്യാസം 6 വരുന്ന ഓപ്ഷൻ 28. അപ്പോൾ ഉത്തരം 28. അങ്ങനെ 6 വ്യത്യാസം വരുന്ന 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ തുക 10 ആയിരിക്കണം ഡിജിറ്റുകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനും കൂടെ നോക്കുക. 28ൽ തുക 10 ആണ്, വ്യത്യാസം 6 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? സെറ്റ്? എങ്കിൽ അടുത്ത ചോദ്യം. വേഗം മനക്കണക്കായിട്ട് ഉത്തരം പറയണം കേട്ടോ. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 7 ആണ്. ഓക്കെ, ആയിക്കോട്ടെ, തുക 7. ഓക്കെ, സംഖ്യയുടെ കൂടെ 27 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു എങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. കേട്ടല്ലോ മക്കളെ? അപ്പോൾ 2 അക്ക സംഖ്യ ഞാൻ XY എന്ന് എടുത്തു. 2 അക്ക സംഖ്യ XY. ഓക്കെ ആണോ? ഈ 2 അക്ക സംഖ്യ XY ആണ്. ഇതിൻ്റെ കൂടെ 27 കൂട്ടിയപ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞത്. XY തലതിരിഞ്ഞാൽ എന്തായി? YX ആയി, ആണോ? അപ്പോൾ യഥാർത്ഥ സംഖ്യയും തലതിരിഞ്ഞ സംഖ്യയും നമ്മൾ വ്യത്യാസം എത്രയാ? 27. ക്ലിയർ ആണോ? അതിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട്. എത്ര കിട്ടി? 3. ഡിജിറ്റുകളുടെ വ്യത്യാസം 3 വരുന്ന ഓപ്ഷൻ എടുക്കണം. ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 1, ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 5, ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 3. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 25 ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാ. എന്നാൽ അടുത്ത ചോദ്യം. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 8 ആണ്. സംഖ്യയിൽ നിന്നും 36 കുറച്ചപ്പോൾ സംഖ്യ തലതിരിഞ്ഞു എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു 2 അക്ക സംഖ്യ XY എന്ന് എടുത്തു അല്ലേ. ഈ 2 അക്ക സംഖ്യയിൽ നിന്നും 36 കുറച്ചു, അപ്പൊ സംഖ്യ തലതിരിഞ്ഞു, XY YX ആയി, ആണോ? എങ്കിൽ സംഖ്യ ഏത്? ഇതുകൊണ്ടോ മക്കളെ? ഈ 2 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയിടുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം എത്ര? ഇവിടെ 36 അല്ലേ. ആ വ്യത്യാസത്തെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട്. എത്ര കിട്ടി നമുക്ക്? 4 കിട്ടി, ആണോ? 4 വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷൻ 63 അല്ല, 71 അല്ല, 53 അല്ല. നമ്മുടെ ഉത്തരം 62 അല്ലേ മക്കളെ? ഓക്കെ ആണോ? സംഗതി ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ചോദ്യം. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. സംഖ്യയിൽ നിന്നും 9 കുറച്ചപ്പോൾ സംഖ്യ തലതിരിഞ്ഞു എങ്കിൽ സംഖ്യ ഏത്? അപ്പൊ 2 അക്ക സംഖ്യ XY എന്നെടുത്തു, ആണോ? ഇതിൽ നിന്നും 9 കുറച്ചു, അപ്പൊ സംഖ്യ തലതിരിഞ്ഞു YX ആയി, ആണോ? ഏതാണ് സംഖ്യ? അപ്പൊ നിങ്ങൾ നോക്കിയേ, 2 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിടുന്ന സംഖ്യയും നമ്മൾ വ്യത്യാസം 9 അല്ലേ മക്കളെ? ആ 9നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട്. എത്ര കിട്ടി? 1 കിട്ടി. 1 വ്യത്യാസം വരുന്ന ഓപ്ഷൻ ഏതാ മക്കളെ? 54ലല്ലേ ഡിജിറ്റുകളുടെ വ്യത്യാസം 1 വരുന്നത്? ചെയ്തത് നല്ല ക്ലിയർ ആണോ? ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു 2 അക്ക സംഖ്യയും XY, ആ സംഖ്യ തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും YX, ആണോ? തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. എത്രയാ? 45. അപ്പോൾ 2 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം 45 ആയാൽ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ ഈ 45/9 ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5. അപ്പൊ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. ഇതല്ലേ നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത്, ആണോ? ശരി. ഇനി നമുക്ക് കുറച്ചൊരു തിയറി കാര്യങ്ങൾ മനസ്സിലാക്കാവേ. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു 2 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കും. ഒരു 2 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കും. ഒരു 2 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 12 ഒരു 2 അക്ക സംഖ്യയല്ലേ. അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ 21 അല്ലേ.
ഇതിന്റെ വ്യത്യാസം 9. 13 ഒരു രണ്ടക്ക സംഖ്യയല്ലേ, തിരിച്ചിട്ടാക്കുന്ന സംഖ്യ 31 അല്ലേ, ഇതിന്റെ വ്യത്യാസം 18. 14 ഒരു രണ്ടക്ക സംഖ്യയല്ലേ, തിരിച്ചിട്ടാക്കുന്ന സംഖ്യ 41 അല്ലേ, ഇതിന്റെ വ്യത്യാസം 27. 15 ഒരു രണ്ടക്ക സംഖ്യയല്ലേ, തിരിച്ചിട്ടാക്കുന്ന സംഖ്യ 51 അല്ലേ, ഇതിന്റെ വ്യത്യാസം 36. കണ്ടോ? അപ്പൊ ഒരു രണ്ടക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു രണ്ടക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഡാഷിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതിന്റെ? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പൊ അതൊന്ന് കാണാതെ പഠിച്ചോണം കേട്ടോ. അത് മനസ്സിലാവാൻ വേണ്ടിയുള്ള എക്സാമ്പിൾ എഴുതിയതാണിത്. നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചോ ആ തിയറിയുടെ ഒപ്പം. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ഒരു ക്ലാരിറ്റി വന്നോളൂ. അടുത്തത്, ഒരു 3 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും നമ്മൾ വ്യത്യാസം എപ്പോഴും 99ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു രണ്ടക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞതുപോലെ ഒരു 3 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും നമ്മൾ വ്യത്യാസം എപ്പോഴും 99ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. മനസ്സിലിരിക്കട്ടെ അത്. ഒരു രണ്ടക്ക സംഖ്യയും തിരിച്ചിട്ടാക്കുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം 9ന്റെ മൾട്ടിപ്പിൾ, ഒരു 3 അക്ക സംഖ്യയും തിരിച്ചിട്ടാക്കുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം 99ന്റെ മൾട്ടിപ്പിൾ കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് കേട്ടോ. ഒരു 3 അക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതുമ്പോൾ കിട്ടുന്ന 3 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ 37ന്റെ ഗുണിതമായിരിക്കും കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലിരിക്കട്ടെ. ഒരു 3 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എപ്പോഴും 37ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. കേട്ടല്ലോ? ഒരു 3 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 37ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. ഒരു 3 അക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതുമ്പോൾ കിട്ടുന്ന 3 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന 37ന്റെ ഗുണിതം. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അവിടെ ഒന്ന് കിടന്നോട്ടെ, ഒന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു രണ്ടക്ക സംഖ്യയും തിരിച്ചിട്ടാക്കിയ സംഖ്യ നമ്മൾ വ്യത്യാസം എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ. ഒരു 3 അക്ക സംഖ്യയും തിരിച്ചിട്ടാക്കിയ സംഖ്യ നമ്മൾ വ്യത്യാസം എപ്പോഴും 99ന്റെ മൾട്ടിപ്പിൾ. ഒരു 3 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയ സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എപ്പോഴും 37ന്റെ മൾട്ടിപ്പിൾ. റെഡി? സെറ്റാണേ? ഓക്കെ, ശരി. നമ്മൾ അടുത്തത് പഠിക്കുന്നത് 16ാമത്തെ ടൈപ്പാണ്. 16ാമത്തെ ടൈപ്പ്. ഓക്കെ മക്കളെ, ഈ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനേ ശ്രദ്ധിക്കണേ, ദാസ ഇവിടെ ശ്രദ്ധിക്കണേ. ഞാൻ മക്കളെ 15നെ 7 കൊണ്ട് ഹരിക്കുക. 15നെ 7 കൊണ്ട് ഹരിക്കുമ്പം 2 തവണ 14 വരെ, ബാക്കി ശിഷ്ടം 1 ആണ്. 15നെ 7 കൊണ്ട് ഹരിച്ചാൽ 2 തവണ 14 വരെ, ബാക്കി ശിഷ്ടം 1. അപ്പോൾ ഈ 2നെ നമ്മൾ വിളിക്കുന്ന പേര് ഹരണഫലം എന്നാണ്. ആണോ? ഒബ്ജക്ഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? യെസ്. ഇംഗ്ലീഷിൽ കോഷ്യന്റ് എന്ന് പറയും. ആണോ മക്കളെ? കോഷ്യന്റ് എന്ന് പറയും അല്ലേ? ശരി. ഈ 1നെ നമ്മൾ വിളിക്കുന്ന പേര് ശിഷ്ടം എന്നാണ്. ആണോ? ഇംഗ്ലീഷിൽ റിമൈൻഡർ എന്ന് പറയും. ആണല്ലോ? യെസ്. ഈ 15നെ വിളിക്കുന്ന പേരെന്താ? അതുപോലെ ഈ 7നെ വിളിക്കുന്ന പേരെന്താ? 15നെ നമ്മൾ മലയാളത്തിൽ ഹാര്യം എന്ന് പറയും. അവൻ്റെ ഇംഗ്ലീഷ് ഡിവിഡൻഡ് എന്നാണ്. ഈ 7നെ നമ്മൾ മലയാളത്തിൽ ഹാരകം എന്ന് വിളിക്കും. അവൻ്റെ ഇംഗ്ലീഷ് ഡിവൈസർ എന്നതാണ്. അപ്പോൾ ഈ ടേമുകളെല്ലാം നിങ്ങളൊന്ന് പഠിക്കണം. നിങ്ങൾക്കറിയാം, ഈ മുകളിൽ കിടക്കുന്ന സംഖ്യേനെ നമ്മൾ ഉത്തരം അല്ലെങ്കിൽ ഹരണഫലം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ കോഷ്യന്റ് എന്ന് പറയും. താഴെ കിടക്കുന്ന ഇവനെ ശിഷ്ടം എന്ന് മലയാളത്തിൽ പറയും, റിമൈൻഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ഏതിനെയാണോ ഹരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേര് ഹാര്യം എന്നാണ്. ഇംഗ്ലീഷിൽ ഡിവിഡൻഡ് എന്ന് പറയും. നമ്മൾ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതിനെ ഹാരകം എന്ന് പറയും, ഇംഗ്ലീഷിൽ ഡിവൈസർ എന്ന് പറയും. അപ്പോൾ ഈ എക്സാമ്പിൾ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതി വെക്കുക. ഇതിൽ ഓരോന്നിൻ്റെയും പേരങ്ങ് എഴുതി വെക്കുക.
ഓക്കെ ആണേ? ശരി. ഇതിനെയെല്ലാം കണക്ട് ചെയ്യുന്ന കുറച്ച് റിലേഷൻസ് ഉണ്ടല്ലോ മക്കളെ. എന്താ ഇതിനെയെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ? ഇവനെയും ഇവനെയും കൂടെ ഗുണിച്ചിട്ട് ഇവനെ കൂട്ടിയാൽ ലിവനെ കിട്ടും. ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ഇതിനെ കൂട്ടുക, അപ്പോൾ ഇതിനെ കിട്ടും. എന്ന് പറഞ്ഞാൽ 2 × 7 + 1 = 15. ശരിയല്ലേ? 2 × 7 + 1 = 15. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ മേലെ മക്കളെ. അവിടെ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു എന്താണ്? ഡിവിഡൻഡ് ആണ്. എന്താ നമ്മുടെ ഇക്വേഷൻ? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻഡ് ആണ്. എന്താ നമ്മുടെ ഇക്വേഷൻ? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻഡ് ആണ്. അതൊന്ന് മനസ്സിലാക്കണേ. ഇതിങ്ങനെ ഇക്വേഷനായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും കൂടെ ഗുണിച്ചിട്ട് ഇത് കൂട്ടുമ്പോൾ ഇത് കിട്ടും എന്നൊന്ന് ഓർത്താൽ മതി. അതിൻ്റെ ഇക്വേഷൻ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻഡ്. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻഡ്. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻഡ്. കേട്ടോ? ഓർത്ത് വെക്കുക. സൈഡിലെ രണ്ടും ഗുണിച്ചിട്ട് താഴത്തേത് കൂട്ടുന്നതാണ് അകത്തേത്. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. പുറത്തേത് ചെറിയ സംഖ്യയിലെ സ്മോൾ ലെറ്റർ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അകത്തേത് വലിയ സംഖ്യയിലെ ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കേട്ടോ? അപ്പോൾ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് ഡിവിഡൻഡ്. ശരി. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്താലോ? നിങ്ങളിത് എഴുതി വെച്ചല്ലോ. എങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചോദ്യത്തെ ഹരിക്കുന്ന രീതിയിലേക്ക് എടുത്തെഴുതുക. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ഒരു സംഖ്യ എന്നുള്ളത് എക്സ് എന്ന് എടുത്തു. കണ്ടോ? 24 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 43 കിട്ടിയെന്നും ശിഷ്ടം 18 കിട്ടിയെന്നും തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പം ആ ചോദ്യം നമ്മൾ എങ്ങനെയാണോ ഹരിക്കാറ് ആ രീതിയിലേക്ക് എടുത്തെഴുതി. ഒരു സംഖ്യ എന്നുള്ളത് എക്സ് എന്ന് എടുത്തു, 24 കൊണ്ട് ഹരിച്ചെന്നുള്ളത് ഇവിടെ എഴുതി, ഹരണഫലം ഇവിടെ എഴുതി, ശിഷ്ടം ഇവിടെ എഴുതി. കണ്ടോ? ഇനി എനിക്കറിയാം ഇതിനെ തമ്മിൽ ഗുണിക്കാം. ആണോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇക്വേഷൻ ഫോം ചെയ്യാൻ പഠിച്ചില്ലേ? സൈഡിൽ കിടക്കുന്ന രണ്ടും ഗുണിച്ചിട്ട് താഴത്തേത് കൂട്ടുന്നതല്ല അകത്തേത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 43 × 24 + 18 ആണ് നമ്മുടെ ഉത്തരം. ഏത്? എക്സ്. 43 × 24 1032 എന്നും പ്ലസ് 18 കൂടെ കൂട്ടുമ്പം 1050 എന്നും കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 1050. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഹരിക്കുന്ന രീതിയിലേക്ക് ചോദ്യത്തെ എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ ഇത്തരം കണക്കുകൾ സെറ്റായിക്കോളും. കൺഫ്യൂഷൻ വരില്ല. മറ്റേത് കോഷ്യൻ്റ് ഏതാ, ഡിവൈസർ ഏതാ, റിമൈൻഡർ ഏതാ, ഡിവിഡൻഡ് ഏതാന്നൊക്കെ തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ ഹരിക്കുന്ന രീതിയിലേക്ക് എഴുതിയിട്ട് ചെയ്യുവാണെങ്കിൽ ആ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയെ 36 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 43 ശിഷ്ടം 12 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? ഓക്കെ. ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു. ഈ സംഖ്യേനെ ഏത് കൊണ്ട് ഹരിച്ചു എന്നാ പറഞ്ഞേ? 36 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഹരണഫലം എത്ര കിട്ടി? 42. ശിഷ്ടം എത്ര കിട്ടി? 12. എങ്കിൽ സംഖ്യ എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? ഹരിക്കുന്ന ഫോർമാറ്റിലേക്ക് ചോദ്യത്തെ എടുത്തെഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്കറിയാം. ഇത് തമ്മിൽ ഗുണിക്കണം. 42 × 36 പ്ലസ് ശിഷ്ടം കൂട്ടണം 12. ഇതാണ് അകത്തെ സംഖ്യ എന്ന് എനിക്കറിയാം. ആണോ? അപ്പം 42 × 36 ഗുണിക്കുമ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ? 15 12 എന്ന് കിട്ടും. പ്ലസ് 12 കൂടെ കൂട്ടണം അല്ലേ? അപ്പോൾ ഉത്തരം 15 24 എന്നാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എക്സിൻ്റെ വില. 15 24. ഓക്കെ ആണോ? ആണ്. ശരി മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം ഇതാണ്. കുറേ കുട്ടികൾ നല്ല അഭിപ്രായങ്ങൾ, അവർക്കുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒരാൾക്ക് മാത്സ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇഷ്ടമായി തുടങ്ങി, സാറേ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം വരും.
മക്കളെ ഇപ്പോൾ 12 മണിയായി 12 മണി ആയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം സ്ഥിരം ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ, നമുക്ക് ഒത്തിരി ഓഡിയൻസ് ഒന്നുമില്ല എങ്കിലും അപ്പം അത് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിപ്പം 12:06 ഇപ്പോൾ ആണ് ഞാൻ ആക്ച്വലി ഇരുന്ന് ഇത് ക്ലാസ് കഴിഞ്ഞ് ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഉള്ള സമയത്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം എന്നെ ആശ്രയിച്ച് പഠിക്കുന്ന നമ്മുടെ ക്ലാസ് മാത്രം ഫോളോ ചെയ്ത് മാത്സ് പഠിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ആണ് ഈ കഷ്ടപ്പെടുന്നത്. പിന്നെ അവരറിയിക്കുന്ന സന്തോഷങ്ങളൊക്കെ കാണുമ്പം അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം പോകുന്നുണ്ട്, വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കാണുമ്പം എനിക്ക് കിട്ടുന്ന ഏറ്റവും സന്തോഷം അതാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ പാഷനാണത്. അതിൽ ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു റിസൾട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒത്തിരി ഉപകാരമുണ്ട് എന്ന് പറഞ്ഞ് കമൻ്റൊക്കെ ചെയ്യും, ഭയങ്കര സന്തോഷമാണ്. അതാണ് ഏത് സമയത്തും ഇങ്ങനെ ഇരുന്ന് ക്ലാസ് ചെയ്യാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്കുള്ള ഒരു പ്രചോദനം. സത്യമായിട്ടും അതാണ്. എത്ര ക്ഷീണിച്ചാലും മടുത്താലും അടുത്ത ദിവസത്തെ കണ്ടൻറ്റ് ഒന്നും ഇല്ലല്ലോ, അടുത്ത ദിവസം പഠിക്കാനൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന് തോന്നി ഒന്ന് ആലോചിച്ച് എന്ത് വഴിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അത് പറഞ്ഞു തരാൻ സന്തോഷമുള്ളൂ, ഇഷ്ടമുള്ളൂ കേട്ടോ, ഉറപ്പായിട്ടും. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞ ഇപ്പോൾ ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞത്. ഓക്കെ, നോക്കിയ മക്കളെ, ഒരു ഹരണത്തിൽ ഹരണഫലം എത്രയാണ് മക്കളെ? 32. ഹാര്യം എത്രയാണ് മക്കളെ? 750. ശിഷ്ടം എത്രയാണ് മക്കളെ? 14. ഹാരകം എത്ര എന്നാ ചോദ്യം, ശരിയാണോ? അപ്പോൾ ഒരു ഹരണഫലത്തിൽ ഹരണഫലം തന്നിട്ടുണ്ട്. യെസ്, നമ്മൾ ഹരിക്കുന്നതിൽ ഹരണഫലം മുകളിലല്ലേ എഴുതുന്നത്, 32. ഹാര്യം തന്നിട്ടുണ്ട്, അകത്ത് കിടക്കുന്നതല്ലേ ഹാര്യം, 750 ആണ്. ശിഷ്ടം തന്നിട്ടുണ്ട്, എത്രയാ? 14. ഹാരകം കാണണം. ഹാരകം എന്ന് പറഞ്ഞാൽ എക്സ്, അതായത് പുറത്തെ ഡിവൈസറിനെ ഹാരകം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഹാരകം. കണ്ടോ, അവിടെ ഞാൻ എക്സ് എന്ന് ഇട്ടു. അപ്പോൾ ഹരിക്കുന്ന രീതിയിലേക്ക് ചോദ്യത്തെ എടുത്തേ. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ഫോം ചെയ്യാൻ നമുക്കറിയാം. ഇത് തമ്മിൽ ഗുണിക്കണം, ആണോ? 32 ഇൻറ്റു എക്സ്, ശരിയല്ലേ? പ്ലസ് ഇത് കൂട്ടണം, 14 ഈക്വൽ ടു എത്രയാ? 750, ആണോ? അപ്പം 32 എക്സ് ഈക്വൽ ടു മക്കളെ 14 അങ്ങോട്ട് പോകുമ്പം 750 മൈനസ് 14 എന്ന് കിട്ടും അല്ലേ? 750 മൈനസ് 14 നമുക്ക് 736 എന്ന് കിട്ടും അല്ലേ? അപ്പം 32 എക്സ് ഈക്വൽ ടു 736 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 736 ഡിവൈഡഡ് ബൈ 32 എന്ന് വരും, ആണോ? നമുക്ക് വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാലോ. ഇതും 2 വെച്ച് വെട്ടിക്കളയാം. ഓക്കെ, 7ൽ 2 3 തവണ, 13ൽ 6 തവണ, 16ൽ 8 തവണ, ഇവിടെ 2 വെച്ച് വെട്ടുമ്പോൾ 16 തവണ, ആണോ? വീണ്ടും 2 വെച്ച് അങ്ങ് വെട്ടിക്കളയുവാണെങ്കിൽ, അല്ലെങ്കിൽ 4 വെച്ച് വെട്ടാം. 36ൽ 4 9 തവണ, 8ൽ 9 2 തവണ, ആണോ? 16ൽ 4 4 തവണ. വീണ്ടും നമുക്ക് 4 വെച്ചങ്ങ് വെട്ടാം. 4 വെച്ച് വെട്ടുമ്പോൾ 9ൽ 4 2 തവണ, 8 12ൽ 3 തവണ, ആണോ? 23 എന്നാണ് കുഞ്ഞുങ്ങളെ ഇതിന് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ 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 എ ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം ഇതൊന്ന് ഓർക്കുക കേട്ടോ. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് ഡിവിഡൻഡ് കേട്ടോ. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് ഡിവിഡൻഡ്. സൈഡിൽ കിടക്കുന്ന രണ്ടും ഗുണിച്ചിട്ട് താഴത്തേത് കൂട്ടുന്നതാണ് അകത്തേത് എന്നൊന്ന് ഓർത്ത് വെക്കണേ. അത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോയാൽ നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാനും പഠിക്കാനും ഒരു മടി വരും. യെസ്, ഞാൻ ടോപ്പിക്ക് തീർക്കുന്നില്ലല്ലോ എന്നോർത്തൊന്നും ദയവ് ഇത് സങ്കടപ്പെടരുത്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, മക്കളെ, ഒന്ന് നമുക്ക് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ കാണുന്ന ചോദ്യങ്ങൾ അതിനു മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വെപ്രാളം വരും, നമുക്ക് ടെൻഷൻ വരും. പറഞ്ഞ് മനസ്സിലായോ? ഇനി അത് പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുക. ഇത് പഠിച്ചാൽ മാർക്ക് പോവരുത് നിങ്ങൾക്ക്. പറഞ്ഞ് മനസ്സിലായി? ഈ സാധനം ഇവിടെ കിടക്കും, നിങ്ങൾക്ക് എപ്പോൾ വേണേലും എടുത്ത് നോക്കാം, റിവിഷൻ ചെയ്യാം, പഠിക്കാം കേട്ടോ. സോ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് വൃത്തിയായിട്ട്. അപ്പം ഓടിച്ച് തീർക്കുക എന്നുള്ളത് എൻ്റെ മൈൻഡിലുള്ള കാര്യമല്ല,
പഠിപ്പിക്കുന്നത് വൃത്തിയായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അതാണ് ഞാൻ ചെയ്യുന്നതും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, റിവിഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഈ ടോപ്പിക് ഒന്ന് തീർത്തിട്ട് നമുക്കൊരു ലൈവ് ക്ലാസ് ഒരുമിച്ച് ഒറ്റ റിവിഷനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.